പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പ്രിയപ്പെട്ടവരെ നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അനുഗ്രഹത്തിന്റെയും ആനന്ദത്തിന്റെയും ആശംസയുടെയും പുണ്യമായ ദിവസമാണ് സെപ്റ്റംബർ 8-ാം തീയതി. നമ്മുടെ സ്വർഗീയ അമ്മയുടെ ജന്മദിന തിരുനാൾ തിരുസഭ ഇന്ന് ലോകമെങ്ങും ആഘോഷിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഈ ജനന തിരുനാൾ ഇത്രയേറെ ആഘോഷത്തോടുകൂടി ആനന്ദത്തോടുകൂടി തിരുസഭ ആചരിക്കുവാനുള്ള കാരണം, ദൈവം ഈ ഭൂമിയിൽ ജന്മപാപമില്ലാതെ ജന്മം നൽകിയ ഏക വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ജന്മപാപമില്ലാതെ ഈ ഭൂമിയിൽ ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ച ഏക വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഈ ലോകത്തിന്റെ രക്ഷകന്റെ അമ്മയാണ്. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവർ ആ അമ്മയുടെ ജനന തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുന്നു. ദൈവം ആ അമ്മയ്ക്ക് നൽകിയ അതേ അനുഗ്രഹങ്ങളാണ് നമുക്ക് നൽകുന്നത്. ദൈവികമായ എല്ലാ കൃപകളും പരിശുദ്ധ അമ്മയ്ക്ക് എന്ന പോലെ നമുക്കും ദൈവം നൽകുകയാണ്. ആ ദൈവിക കൃപകളോട് പരിശുദ്ധ അമ്മ ക്രിയാത്മകമായി സഹകരിച്ചതുപോലെ ആ രക്ഷാകരമായ പദ്ധതി ദൈവ തിരുഹിതം അനുസരിച്ച് പരിപൂർണമായി സഹകരിച്ചതുപോലെ നമ്മൾ ഓരോരുത്തരും ദൈവിക കൃപകളോട് ക്രിയാത്മകമായി സഹകരിക്കുക. രക്ഷാകര പദ്ധതിയോട് ദൈവ തിരുഹിതം പ്രകാരം ചേർന്ന് നിൽക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഭക്തിപൂർവം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ അമ്മയുടെ ഈ ജനന തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മയ്ക്ക് ജന്മദിന ആശംസകൾ നമ്മൾ ഓരോരുത്തരും നേരുമ്പോൾ ആ അമ്മയുടെ ജീവിത മാതൃക പിന്തുടരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവത്തിരുസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധമായ ബലി അർപ്പിക്കുവാൻ നമ്മെ തന്നെ യോഗ്യരാക്കേണ്ടതിന് നമ്മുടെ എല്ലാ പാപങ്ങളെയും ഓർത്ത് അനുദപിച്ചുകൊണ്ട് ഏറ്റുചൊല്ലാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപങ്ങൾ ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണം. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്തു നമ്മെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. Please
സ്വർഗീയ കൃപാവരദാനം അങ്ങേ ദാസർക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനനം രക്ഷയുടെ പ്രാരംഭമായി തീർന്ന അവർക്ക് ഈ കന്യകയുടെ ജനന തിരുനാൾ സമാധാനത്തിന്റെ വർധന പ്രദാനം ചെയ്യുമാറാകണം. അങ്ങയുടെ കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യം എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. മിക്ക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ബെത്ലഹേം എഫ്രാത്ത യൂദാ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രായേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുൻപേ ഉള്ളവനാണ്. അതിനാൽ ഈറ്റുനോവെടുത്തവൻ പ്രസവിക്കുന്നതുവരെ അവൻ അവനെ പരിത്യജിക്കും. പിന്നീട് അവന്റെ സഹോദരൻ അവശേഷിക്കുന്നവർ ഇസ്രായേൽ ജനത്തിലേക്ക് മടങ്ങി വരും. കർത്താവിന്റെ ശക്തിയോടെ തന്റെ ദൈവമായ കർത്താവിന്റെ മഹത്വത്തോടെ അവൻ വന്ന് തന്റെ ആളുകളെ നയിക്കും. ഭൂമിയുടെ അതിർത്തിയോളം അവൻ പ്രതാപനാജ്ഞയാൽ അവർ സുരക്ഷിതരായി വസിക്കും. അവൻ നമ്മുടെ സമാധാനമായിരിക്കും. കർത്താവിന്റെ വചനം. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധയായ കന്യകാമറിയമേ, അങ്ങ് ഭാഗ്യവതിയും എല്ലാ സ്തുതിക്കും അർഹയുമാണ്. എന്തെന്നാൽ നീതിസൂര്യനായ യേശുക്രിസ്തു അങ്ങിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് കൂടെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവന്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കും. അവർ സഹവസിക്കുന്നതിന് മുൻപ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. യൗസേപ്പ് ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിന്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു: ദാവീദിന്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവളൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇവയെല്ലാം സംഭവിച്ചത്. കർത്താവിന്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മെ ദൈവഹിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ.
സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവ് തിരുനാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അംഗീകാരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവ് ഞങ്ങളുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ സന്തോഷത്തോടെ ആഘോഷിച്ചുകൊണ്ട് ഞങ്ങളുടെ കാണിക്കകളും പ്രാർത്ഥനകളും ഞങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം ധരിക്കുവാൻ തിരുവുള്ളമായ അങ്ങേ പ്രിയപുത്രന്റെ മനുഷ്യപ്രകൃതി ഞങ്ങൾക്ക് സഹായകമാകുവാൻ കൃപയരുളണമേ. കർത്താവായ ക്രിസ്തു ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ ഹൃദയങ്ങൾ ഉയർത്തുകയും കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതിജീവവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എന്നും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിന്റെ ജനന തിരുനാളിൽ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ പ്രതിബിംബനത്താൽ അങ്ങേ ജാതനായ ഏകപുത്രനെ അവൾ ഗർഭം ധരിക്കുകയും കന്യത്വത്തിന്റെ മഹത്വത്തിൽ നിലനിന്നുകൊണ്ട് ഞങ്ങളുടെ കർത്താവും യേശുക്രിസ്തുവുമാകുന്ന നിത്യപ്രകാശം ലോകത്തിലേക്ക് നൽകുകയും ചെയ്യും. അവിടുന്ന് വഴി ദിവ്യദൂതന്മാർ അങ്ങയെ വാഴ്ത്തുന്നു, അധീശന്മാർ ആരാധിക്കുന്നു, ആധികാരികന്മാർ ഭയഭക്തിപൂർവം നിലകൊള്ളുന്നു. സ്വർഗാതിസ്വർഗങ്ങളുടെ ശക്തികന്മാരും ധന്യരായ ഭക്തി ജ്വലകന്മാരും ആഹ്ലാദഭരിതരായി ഒന്നുചേർന്ന് ആഘോഷിക്കുന്നു. അവരോടൊപ്പം ഞങ്ങളുടെ എളിയ സ്വരവും ചേരുവാൻ അനുവദിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാണ് അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ കാണിക്കപ്പെട്ടു
പവിത്രമാക്കണം. അങ്ങനെ ഈ അപ്പവും ഇതിൽ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുശരീരവും തിരുരക്തവുമായി മാറ്റുവാൻ കനിയണമേ. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ടു സുമനസാലെ പീഡകൾ സഹിച്ചത് അപ്പമെടുത്തു കൃതജ്ഞത പ്രകാശിപ്പിച്ച് ഭാവിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇത് വാങ്ങി ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നു. എന്നതാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആവുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും കൃതജ്ഞത പ്രകാശിപ്പിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇത് വാങ്ങി ഇതിൽ നിന്നും കുടിക്കുന്നു. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാണ്. ഇതിനെ എന്ന് ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പം രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ തിരുശരീരത്തിലും തിരുരക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ തിരുസഭയെ ഓർക്കണം. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് ഞങ്ങൾ സ്നേഹത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കണം. ഉയർപ്പിന്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും മരണമടഞ്ഞ സകലരെയും അങ്ങയുടെ സ്വർഗരാജ്യത്തിൽ സ്വീകരിക്കുകയും അങ്ങ് തിരുമുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ കരുണാപൂർവം ഉൾപ്പെടുത്തുകയും ചെയ്യണം. ഈ എളിയ ദാസരായ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലരെയും കാത്തുകൊള്ളിക്കണം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജന്മദിന തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളെ
കരുണാപൂർവം കടാക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നിറയ്ക്കണം. ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരങ്ങളെയും അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നവരെയും ഈ വിശുദ്ധമായ ദിവസം അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങനെ ദൈവമാതാവും ഞങ്ങളുടെ സ്വർഗീയ അമ്മയുമായ പരിശുദ്ധ മരിയഗിരി മാതാവിനോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ ഭാഗ്യപ്പെട്ട വിശുദ്ധ യൗസേപ്പ് പിതാവിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തുവിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിനോടുകൂടി ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവം പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദൈവോപദേശത്താൽ രൂപവത്കൃതരായി നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാവട്ടെ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നാണ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തു ഞങ്ങളുടെ പാപങ്ങളെ പിന്നെയും അങ്ങേ തിരുസഭയുടെ വിശ്വാസം തൃക്കപ്പാൻ അങ്ങയുടെ തിരുവുള്ളം അനുസരിച്ച് തിരുസഭയ്ക്ക് ഐക്യവും ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് സമാധാനവും ഞങ്ങളുടെ നാടിന് സൗഖ്യവും നൽകുവാൻ കഴിയണം. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിന്റെ സമാധാനം പ്രിയപ്പെട്ടവരെ നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞ്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നു. ഈ ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങയുടെ വാക്ക് ചോദിച്ചാൽ മാത്രം മതി. എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. ആമേൻ. ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു ഞങ്ങൾ അർപ്പിച്ച ഈ ദിവ്യബലിയെ കരുണാപൂർവം സ്വീകരിച്ച് ഈ ദിവ്യബലിയുടെ സ്വർഗീയ കൃപാവരങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾക്ക് നൽകുമാറാകണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രൻ പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.